ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളവും വന്ദിക്കുന്നേൻ. വാണിയിടുക അനാരതമെന്നുടനാവുതന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനെ യഥാകാനനേ ദിഗംബരൻ. ഇത് കർക്കിടക മാസ രാവുകളും പകലുകളുമാണ്. അപ്പോൾ കർക്കിടക മാസത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് കാരണവന്മാർ പറഞ്ഞിരുന്നത് പഞ്ഞകാലമെന്നായിരുന്നു. ആ പഞ്ഞകാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിൻ്റെയും ഒരുപാട് മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്ത് കാരണവന്മാർ സന്ധ്യയ്ക്ക് മുൻപ് രാമായണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും രാമായണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും കുട്ടികളിലേക്ക് അറിവ് പകർന്നു നൽകിയിരുന്ന സന്ധ്യകളായിരുന്നു അന്ന്. ഇന്ന് കാലഘട്ടം മാറി. നമ്മുടെ വീട്ടിൽ പൊതുവെ പറഞ്ഞാൽ കാരണവന്മാരില്ലാത്ത ഒരു കാലഘട്ടമാണ്. എന്തൊക്കെയായാലും ശരി, രാമായണത്തിൻ്റെ പ്രസക്തി ഈ കലികാലത്തിൽ എത്രമാത്രം വലിയ മാറ്റങ്ങൾ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞാൽ മക്കൾക്ക് പിതാക്കന്മാരോടുള്ള സ്നേഹം, പിതൃസ്നേഹം, മാതൃസ്നേഹം, അതുപോലെ തന്നെ സഹോദര സ്നേഹം, ഗുരുജനങ്ങളോടുള്ള ഭക്തി, മറ്റ് മതസ്ഥരോടുള്ള ആ ഒരു സ്നേഹം, അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ, ഭർതൃസ്നേഹം, പാതിവൃത്യം, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ രാമായണത്തിൽ 6 കാണ്ഡങ്ങളായിട്ടാണ് ഇതിനെ നമ്മൾ പഠിക്കുന്നതും അതുപോലെ തന്നെ ചൊല്ലുന്നതും. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. പണ്ട് കാലത്ത് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ പഠിപ്പിച്ചിട്ട് രാമായണത്തിൽ എത്ര കാണ്ഡമുണ്ടെന്ന് വെച്ചാൽ എളുപ്പം പഠിക്കാനുള്ളൊരു മാർഗം കൂടി പറഞ്ഞതുണ്ട്. ബാലകൻ അയോധ്യയിൽ ആരണ്യം പുക്ക ശേഷം കിഷ്കിന്ധനോട് സുന്ദരൻ യുദ്ധം ചെയ്തു. അങ്ങനെ 6 കാണ്ഡത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധവാന്മാരാക്കുന്നു. അപ്പോൾ രാമായണത്തിനെക്കുറിച്ച് പറയുമ്പോൾ രാമായണം 3 വർഗ്ഗക്കാരുടെ പ്രാധാന്യത്തെയാണ് കാട്ടിത്തരുന്നത്. ഒന്ന് നമുക്ക് കാട്ടിത്തരുന്നത് മനുഷ്യവർഗം, അത് കഴിഞ്ഞ് വാനരവർഗം, അത് കഴിഞ്ഞ് രാക്ഷസവർഗം. അപ്പോൾ ഈ വർഗങ്ങളിലെല്ലാം പൊതുവേ പറയുകയാണെങ്കിൽ സഹോദര സ്നേഹമെന്നാണ്, അതുപോലെ തന്നെ പത്നിമാർക്ക് ഭർത്താക്കന്മാരോടുള്ള ആ പാതിവൃത്യ ധർമ്മം എന്താണെന്നൊക്കെ കാട്ടിത്തരുന്ന ഒന്ന് തന്നെയാണ് ഈ രാമായണം. ഉദാഹരണത്തിന് ദശരഥ മഹാരാജാവ്, അദ്ദേഹത്തിന് 3 പത്നിമാരുണ്ടായിരുന്നു. കൗസല്യ, കൈകേയി, സുമിത്ര. ആ കൗസല്യയും കൈകേയിയും സുമിത്രയും വളരെ സ്നേഹത്തോടെ ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞു വന്നിരുന്നവരാണ്. അപ്പം ദശരഥ മഹാരാജാവിന് കുട്ടികളില്ലാതിരുന്നപ്പോൾ ആ കുട്ടികളെ ഉണ്ടാകാനായിട്ട് വസിഷ്ഠ മഹർഷി അഭ്യർത്ഥിച്ചതിന് പ്രകാരം പുത്രകാമേഷ്ടി നടത്തുന്നു. ആ പുത്രകാമേഷ്ടിയിലൂടെ 4 കുട്ടികളെ ദശരഥന് ലഭിക്കുന്നുണ്ട്. അപ്പം പൊതുവേ പറയുകയാണെങ്കിൽ എന്താണ് അവിടെ രാമൻ വന്ന് അവതരിക്കാനുള്ള കാരണം? രാവണൻ്റെ അതിക്രമം കൊണ്ട് ബുദ്ധിമുട്ടിയ ദേവഗണങ്ങളെല്ലാം ബ്രഹ്മാവിനോടൊപ്പം ചെന്ന്
വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനോട് അപേക്ഷിച്ചതിന് പ്രകാരമാണ് രാമാവതാരം വരുന്നത്. അപ്പോൾ രാമൻ മനുഷ്യനായിട്ട് അവതരിച്ചെങ്കിലും ആ ദൈവമായിരുന്ന രാമന് മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ മനുഷ്യ വംശത്തിൽ അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങളെക്കുറിച്ചൊക്കെ ഒട്ടേറെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു ദൈവം വന്ന് പുത്രനായിട്ട് ജനിച്ചിട്ട് പോലും കൗസല്യയ്ക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നു, പുത്രദുഃഖം. അതുപോലെ തന്നെ ദശരഥന് തൻ്റെ പുത്രദുഃഖം അനുഭവിച്ചാണ് അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നത്. അപ്പോൾ അവിടെ സാഹോദര്യത്തോടിരുന്ന കൗസല്യ, കൈകേയി, സുമിത്ര അവർ പരസ്പരം ഒരു അകൽച്ചയ്ക്കിടയായി. അപ്പം അതിന് കാരണക്കാരി ഒരു മന്ദരയാണ്. നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ മന്ദരമാർ ഇപ്പോഴും ഉണ്ട്. മറ്റുള്ളവരെ ശരിക്കും പറയുകയാണെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യുക, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരുടെ മനസ്സൊക്കെ മാറ്റിയെടുക്കുന്ന ഒരു പ്രകൃതം. ആ പ്രകൃതത്തിൽ നിന്ന് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. കാര്യം നമ്മളെന്താണ്, നമ്മൾ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന ആ വസ്തുതകൾ ഇതെല്ലാം മനസ്സിലാക്കി ജീവിതത്തിൽ ഒട്ടേറെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ കലികാലത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാമനാരാണ്, ലക്ഷ്മണനാരാണ്. അപ്പം ലക്ഷ്മണനെ തന്നെ അറിയാം, ലക്ഷ്മണോപദേശം പറയുന്നുണ്ട്. ആ ലക്ഷ്മണോപദേശത്തിൽ ദശരഥനെയും കൈകേയിയെയും നിഗ്രഹിക്കാനായിട്ട് പുറപ്പെടുന്ന ലക്ഷ്മണനെ പിടിച്ച് രാമൻ സമീപത്തിരുത്തിയിട്ട് പറയുന്നുണ്ട്, വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ, നിന്നുട തത്വം അറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും. അപ്പോൾ ഈ കാണുന്ന വസ്തുതകളെല്ലാം ഒരു മായാലോകമാണെന്നും ഈ മായാലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ക്രിയാമാർഗോപദേശം ലക്ഷ്മണന് നൽകുമ്പോൾ ആ ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠനോടൊപ്പം രാജ്യമെല്ലാം ഉപേക്ഷിച്ച് വനവാസത്തിന് പുറപ്പെടുന്നു. അപ്പോഴാണ് സീതാദേവി തൻ്റെ ഭർത്താവ് എവിടെയാണോ അവിടെ ആയിരിക്കണം എൻ്റെ ജീവിതധർമ്മമെന്ന് കരുതി ഭർത്താവിനോടൊപ്പം കാട്ടിലേക്ക് പുറപ്പെടുന്നു. അപ്പം അങ്ങനെ ലക്ഷ്മണൻ്റെ ഭാര്യയായ ഊർമിള എല്ലാം സഹിച്ച് തൻ്റെ അമ്മമാരെ സംരക്ഷിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ കഴിയുന്ന ആ ഒരു കാര്യവും ചിന്തിച്ചു നോക്കണം. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ രാമായണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അവിടെ സഹോദര സ്നേഹമുണ്ട്. അപ്പോൾ സഹോദരന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നമ്മൾ കാണുന്നുണ്ട്, ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ആ തെറ്റിദ്ധാരണയുടെ ഫലം. അപ്പം അങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന രാമനും ലക്ഷ്മണനും സീതയുടെയും ചിത്രം, അവർ ദൈവങ്ങളാണ്. പക്ഷേ മനുഷ്യ ജനനത്തിൽ എന്തെല്ലാം ത്യാഗങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കണമെന്നുള്ളത് അവർ കാട്ടിത്തരുകയാണ്. അപ്പം ഇതെല്ലാം മാറുന്നതിന്, മാനസിക പ്രയാസങ്ങളൊക്കെ മാറുന്നതിന് രാമനാമം ജപിക്കുമ്പോൾ സന്ധ്യയ്ക്ക് രാമ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മനസ്സിലെ അന്ധകാരത്തെ മാറ്റി പ്രകാശത്തെ പ്രദാനം ചെയ്യുന്നതാണ് രാമൻ. പഴയകാലത്തിൽ രാമ 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 പാഹിമാം, രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമാന്നും പാടിയിരുന്നു. അപ്പോൾ ഇതെല്ലാം ചൊല്ലി ജീവിതത്തിൽ നമ്മൾ ഒട്ടേറെ വിജയം കൈവരിക്കാൻ ഈ രാമായണത്തിലൂടെ കഴിയുന്നു. അതാണ് ഈ രാമായണ മാസം കർക്കിടക മാസമായിട്ട് ആചരിക്കുന്നത് തന്നെ. അപ്പോൾ സഹോദര സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. ബാലി തെറ്റിദ്ധരിച്ചു സുഗ്രീവനെ. അങ്ങനെ സുഗ്രീവനെ കിഷ്കിന്ധയിൽ നിന്ന് പുറത്താക്കുന്നു. ആ ബാലിയുടെ ആ നടപടിയിൽ ആഞ്ജനേയ ഭഗവാൻ എതിർക്കുന്നില്ല. കാര്യം സഹോദരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു കാരണവശാലും മറ്റൊരാൾ അതിൽ ഇടപെടാൻ പാടില്ല എന്ന് കരുതി ആ സുഗ്രീവനോടൊപ്പം അദ്ദേഹം പോവുകയാണ്. അപ്പം ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ ഒരു സേവകൻ, ഒരു ദൂത് എങ്ങനെ നയിക്കണം, അല്ലെങ്കിൽ ഒരു സേവകൻ എങ്ങനെ തൻ്റെ രാജാവിനെ നയിക്കണം എന്നൊക്കെ ചിന്തിക്കാനും പഠിക്കാനും ഈ രാമായണത്തിലൂടെ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഇവിടെ ആ ജാനകി ദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോകുന്നു. മാരീചൻ രാമൻ്റെ ശബ്ദത്തിൽ ഹാ ലക്ഷ്മണ, ഹാ ഭ്രാതാവേ എന്ന് വിളിക്കുമ്പോൾ സീതാദേവി
ലക്ഷ്മണനെ ഒരുപാട് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം സഹിച്ച് ലക്ഷ്മണൻ ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ട് രാമനെ തേടി പോകുന്നു. രാമനെ തേടി പോകുന്ന സമയത്താണ് സീതയെ നമ്മുടെ രാവണൻ തട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ ജടായു വരുന്നതും ജടായു രാവണനുമായിട്ട് മത്സരിക്കുന്നതും അവസാനം ജടായുവിൻ്റെ ചിറക് അരിഞ്ഞു വീഴ്ത്തി ജടായുവിനെ കാണുന്ന ആ രാമൻ്റെ ആ ഒരു ഹൃദയസ്പർശമായ ആ ചിത്രം നമുക്ക് ദർശിക്കാം. അങ്ങനെ രാമായണത്തിലുടനീളം നമുക്ക് കാട്ടിത്തരുന്ന വഴികൾ, അപ്പോൾ ഓരോ വഴികളിലൂടെയും സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഒരു സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്താണ്? രാവണനെ നിഗ്രഹിക്കുമെന്ന് പറഞ്ഞിരുന്നു. രാക്ഷസന്മാരെ നിഗ്രഹിച്ച് മനുഷ്യ സമൂഹത്തിന് നന്മയുടെ ചിത്രം ഉണ്ടാക്കിയെടുക്കുമെന്നുള്ള രാമൻ്റെ ആ പ്രതിജ്ഞ പാലിക്കാനായിട്ടാണ് പോയത്. അങ്ങനെ സീതാദേവി നഷ്ടപ്പെട്ട രാമൻ സുഗ്രീവനെ കണ്ടുമുട്ടുന്നത്, സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നതും ഇതെല്ലാം കാണുമ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നക്ഷത്രക്കാരതൊക്കെ നമുക്ക് കാട്ടിത്തരണം. അശ്വതി, ഭരണി, കാർത്തിക കാലുകാരാണ് മേടരാശിക്കാർ. അപ്പോൾ മേടരാശിക്കാരാരാണ്? അശ്വതി, ഭരണി, കാർത്തിക കാലുകാർ. ഇവർക്ക് ഈ കർക്കിടക മാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 4-ലാണ്, ഗുരുവിനോടൊപ്പമാണ്. ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ ദശലക്ഷം ദോഷവും മാറിപ്പോകുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവർ ഭജിക്കേണ്ടത് സന്ധ്യാസമയത്ത് രാമരാമ മന്ത്രം ജപിക്കുന്നതിന് യാതൊരു മടിയും വേണ്ട. നമ്മുടെ ഇരുട്ടൊക്കെ മാറട്ടെ, മനസ്സിൽ പ്രകാശം വരട്ടെ. അവിടെ സഹോദര സ്നേഹം എന്താണെന്നും പിതൃസ്നേഹം എന്താണെന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാലുകാർ ഈ കാലഘട്ടത്തിൽ എല്ലാ കാര്യവും കൂടി പറയുമ്പോൾ ഈ സസ്യാഹാരം ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സമയത്ത് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മത്സ്യമാംസാദികൾ ഈ മാസം ഒഴിവാക്കി സസ്യാഹാര ശീലം പാലിക്കുന്നത് നല്ലത് തന്നെയാണ്.